ഓംപ്രകാശ് വക്കീൽ ആദ്യം പറയുന്ന കേട്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഏത് കോടതിയിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്നും സ്വത്തും ബിസിനസ്സും ഒക്കെ ഗൗതമന് മാത്രം അവകാശപ്പെട്ടതാണെന്നും ആ വക്കീല് പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് തളർന്നു പോയി. അവിടെ ബോധം കെട്ട് വീഴുന്നു തോന്നിപ്പോയി എനിക്ക്. പിന്നെ ഞാൻ ശരിക്കും ഓംപ്രകാശ് സാറിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു. സാറ് വിചാരിച്ച നടക്കൂന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. തിരികെ വന്നിട്ട് കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഓംപ്രകാശ് വക്കീൽ കേസ് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെയാ. ഇനി പേടിക്കാനൊന്നുമില്ല. പുള്ളിക്കാരൻ പുറത്തുപോയിട്ട് ആരെയോ ഫോൺ വിളിച്ചെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആരെങ്കിലും വിളിച്ച് ഈ കേസിന്റെ ഡീറ്റെയിൽ സംസാരിച്ചതായിരിക്കും. പക്ഷെ പെട്ടെന്ന് തിരിച്ചു വന്നു. നോക്ക്, അപ്പോൾ സമയം 5:17. ഓംപ്രകാശ് വക്കീലിന്റെ കോൾ എനിക്ക് വന്നു. ശരിയല്ലേ? അപ്പോ വക്കീൽ മാറുന്ന അങ്കിളിനെയാണോ വിളിച്ചത്? ഓംപ്രകാശ് വക്കീൽ കേസ് ഏറ്റെടുക്കുന്നത് കിട്ടുന്ന പണത്തിന്റെ കനം അനുസരിച്ചാ. പുള്ളിക്കാണെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുന്നതിന് ഒരു മടിയില്ല. ഞെട്ടിക്കുന്ന ഒരു എമൗണ്ടാ ഓംപ്രകാശ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ തിരിച്ചും പുള്ളി ഒന്ന് ഞെട്ടിച്ചു. പറഞ്ഞതിൽ നിന്നും ഒരു 15 ലക്ഷം കൂടുതൽ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അത് പറ. ഇടയ്ക്ക് എന്തോ കളി നടന്നു എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പൊ CKC ഇതിനിടയിൽ കളിച്ചതല്ലേ? അത് വിട് ജ്യോതി. ഈ കേസിൽ പണം എനിക്കൊരു പ്രശ്നമല്ല. വിജയം മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും മുടക്കും. എന്റെ ബാങ്ക് ബാലൻസ് തീരുന്നവരെ. അതൊന്നും സാരമില്ല അങ്കിളെ. സ്വത്തും ബിസിനസ്സും ഒന്ന് എന്റെ കയ്യിലോട്ട് വന്നോട്ടെ. അങ്കിളിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പലിശ ഉൾപ്പെടെ ഞാൻ തിരിച്ചു തന്നിരിക്കും. ജ്യോതി വേണ്ട, ഇത് ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. ആ വക്കീലിനൊന്ന് വിളിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറ. കേസ് ഒഴിഞ്ഞേക്കാൻ പറ. അയ്യോ അങ്കിളെ, എന്തു പറ്റി? പിന്നല്ലാതെ ഞങ്ങൾ എന്തിനാ ഈ പെടാപ്പാട് വിടുന്നത്? ഗൗതമിന്റെ നിധിയുടെ മുമ്പിൽ നിങ്ങൾ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കണമെന്ന് കരുതിയല്ലേ? നമ്മളോട് പറഞ്ഞു കേട്ടില്ലേ, ചെലവാകുന്ന പണം പലിശ ഉൾപ്പെടെ തിരികെ തരാമെന്ന്. ഇവരൊക്കെ നമ്മളെ അങ്ങനെയാണ് കാണുന്നത് ജ്യോതി. പിന്നെ നമ്മളെന്തിനാ ഈ പെടാപ്പാട് വിടുന്നത്? അങ്കിളെ, പ്രണവ് അറിയാതെ എന്തോ പറഞ്ഞു പോയതാ. അല്ല, അങ്ങനെയൊന്നും അല്ല. ഉള്ളിലിരിപ്പ് പുറത്തു വന്നാ. നമ്മൾ ഇവരുടെ ഒന്നും ആരും അല്ലെന്നേ, പലിശക്കാരായിട്ടാ കാണുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. എന്താ പ്രണവ് ഇത്? സൂക്ഷിച്ച് സംസാരിക്കണ്ടേ? സോറി അങ്കിളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേണ്ട പ്രണവേ, ഇത് ശരിയാവില്ല, വിട്ടേക്ക്. പ്ലീസ് CKC വിട്ടുകളാ. ദേഷ്യപ്പെടല്ലേ. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കണ്ടേ? നമ്മുടെ മക്കളായതുകൊണ്ടാ അങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം വന്നത്. ഇത്തരം വർത്താനൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്കിളെ പ്ലീസ്, പ്രണവ് സോറി പറഞ്ഞില്ലേ? ഇനി മേലെ പ്രണവ് ഇങ്ങനെയൊന്നും പറയില്ല. പ്ലീസ് അങ്കിൾ, വാക്കുകളുടെ അടുത്ത് പ്രയോഗിക്കുമ്പോ സൂക്ഷിക്കണ്ടേ പ്രണവേ? കൈവിട്ട വാക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഇവരെ പോലെ കൂടെ നിൽക്കില്ല. അത് പ്രണവിന് അനുഭവം ഉള്ളതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ പൂട്ടിയിട്ട് ഗൗതമെന്നെ ജയിലിലാക്കിയത് എന്തിനാ? ആ റിസ്ക് എടുത്തത് പോലും ഗൗതം എന്ന ശല്യത്തിനെ ഒഴിവാക്കി മുഴുവൻ സ്വത്തുക്കളും നമുക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടല്ലേ? നീ എന്തിപ്പോ പറഞ്ഞേ? എന്താ ശിവന് നീ ഇപ്പൊ പറഞ്ഞെന്ന്? ഗൗതമനെ ജയിലിലാക്കാൻ വേണ്ടി ഇവരാണ് എന്നെ തട്ടിക്കൊണ്ടുപോയെന്നോ? ഞാൻ ടെൻഷനിൽ പറഞ്ഞത് തിരിഞ്ഞു പോയതാ. പ്രണവിന് ഗൗതം തട്ടിക്കൊണ്ടുപോയ കേസില് ഗൗതമനെ ജയിലിലാക്കിയത് അങ്കിളല്ലെന്ന് ചോദിച്ചതാ. നോക്ക് പ്രണവേ, നമ്മളൊരു കുടുംബമാ. ഇവിടെ കണക്ക് പറച്ചിലുകൾ വേണ്ട. ഐ എം റിയലി സോറി അങ്ങളെ, എന്നോട് ക്ഷമിക്കേ. തൽക്കാലത്തേക്ക് ക്ഷമിക്കാം. പക്ഷെ നീ പറഞ്ഞ കടം വീട്ടലുണ്ടല്ലോ, അത് വേണം. കടം വീട്ടിയേ പറ്റൂ. ആ കടം വീട്ടല് പണമായിട്ടല്ല വേണ്ടത്. ഗൗതമിനെ നിധിയും തെരുവിലേക്ക് ഇറക്കി ഭിക്ഷക്കാരെ പോലെ ആക്കി പകരം നിങ്ങൾ ഈശ്വരമംഗലത്ത് കയറി അവിടുത്തെ രാജാവും രാജ്ഞിയുമായി ജീവിച്ച് കാണിക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ പകരം തരേണ്ടത്. എന്താ, പറ്റില്ലേ?
പറ്റൂ ആന്റി, ഉറപ്പായിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു കാണിക്കും. അല്ലേ പ്രണവേ? ഇനിയും നീ ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരെ ഇരുട്ടിയില്ലേ, നീ പോകാൻ നോക്ക് നിർമ്മലേ. നമുക്കൊന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ പാറു? എന്തിന് എപ്പോഴും കിടന്ന് വിളിക്കുന്നത് തന്നെ മോശമല്ലേ? നീ പോ, ഗൗതം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല, പോണ്ടെന്ന് പറഞ്ഞിട്ടും പോയാ അത് ഗൗതമിന് വിഷമാവില്ലേ? ഓ പിന്നെ, എന്തു വിഷമം? അതൊക്കെ നിന്റെ തോന്നലാ. അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും അവന് നിന്നോടില്ല. സ്നേഹം നിന്നോടുള്ള അത്രയില്ലായിരിക്കും, പക്ഷെ പറഞ്ഞിട്ടും അനുസരിച്ചില്ലോന്ന് അവന് തോന്നില്ലേ? അത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഗൗതമിന് കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മുണ്ട് ഷർട്ടും എന്ത് ചെയ്യും? അതകത്തിരിപ്പുണ്ടല്ലോ. നീ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു തന്നെ ഞാനത് കൊടുത്തോളാം. എന്താ പോരെ? എന്നാലും എന്റെ കൈകൊണ്ട് അവനൊരു വിഷുക്കോടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതല്ലേ അതിന്റെ ഒരിത്. അത് ഇതൊന്നുമില്ല. നിനക്ക് പോകാൻ വയ്യ, അതങ്ങ് പറഞ്ഞാ മതിയല്ലോ. എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം. പാറു തന്നെ ആ വിഷുക്കോടി എടുത്ത് കൊടുത്താ മതി. ശരിയെങ്കി ആ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി നിന്നാലേ ഓട്ടോ കിട്ടും. ഞാൻ പറഞ്ഞോ അവിടം വരെ? വേണ്ട, ഒറ്റയ്ക്ക് വരാൻ അറിയാമെങ്കിലേ പോവാനും എനിക്കറിയാം. രാത്രി ആയതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് രാത്രി പേടിയില്ല. ഓ, എങ്കി ചെല്ല്. ശരി, ഞാൻ പോവാം.